ആദ്യത്തെ ദിവസമാണ്. നമുക്ക് ക്യാമ്പസിലാണ് ക്ലാസ്. നേരെ അവിടെ ചെല്ലുമ്പോൾ ടീച്ചർ ഇതാ അവിടെ ഉണ്ടാകും. നമ്മളെല്ലാവരും റെഡിയാണ്. കാരണം സൈലത്തിന്റെ എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്ത DPPസും മെറ്റീരിയൽസും വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്. അത് മാത്രമല്ല, ഈ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് മെറ്റീരിയൽസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ടോപ്പിക്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇനി ടീച്ചേഴ്സിനോട് ഡൗട്ടൊക്കെ ചോദിക്കണമെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് നേരിട്ട് ചോദിക്കാം. ടീച്ചേഴ്സ് അത് ഇന്ററാക്ട് ചെയ്ത് പറഞ്ഞും തരും. ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടാവില്ലേ? അത് നമുക്ക് നേരെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നല്ലല്ലേ? ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് മൈൻഡ് മാപ്പ് ഒക്കെ വെച്ച് റിവൈസ് ചെയ്ത് പഠിക്കുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസം. രാവിലെ എണീറ്റ് കുളിച്ചിറങ്ങി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഇന്ന് ഹോസ്റ്റലിൽ ഇരുന്നാ പഠിത്തം. ഇന്നലെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചത് തന്നെയാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തും അതുപോലെ തന്നെ തന്നിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ചില മിസ്റ്റേക്സ് വരാം, ചില ഡൗട്ട് ഒക്കെ ഉണ്ടാകും. കുഴപ്പമില്ല, അതിനാണല്ലോ നമ്മുടെ ആപ്പിലുള്ള പേൾ വീഡിയോസ്. അത് നോക്കി നമ്മൾ സൊല്യൂഷൻസ് ഒക്കെ കണ്ട് അത് റെക്ടിഫൈ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കും. ഇനി ബാക്കിയുള്ളത് വർക്ക്ഷീറ്റും അസൈൻമെന്റ്സും. അതുകൂടി കംപ്ലീറ്റ് ചെയ്താൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതൊക്കെ പഠിച്ചു, പക്ഷെ ക്വസ്റ്റ്യൻ വന്ന് എഴുതാൻ പറ്റുമോ? ഇതറിയാനാണ് നമുക്ക് Day 3 മോർണിംഗ് എക്സാം. അതുകൂടി കഴിഞ്ഞാൽ കോൺസെപ്റ്റ് കംപ്ലീറ്റ് പക്കാ ക്ലിയർ. സോ ടോപ്പിക് 1 എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ ടോപ്പിക് 2 അപ്പോൾ ഇങ്ങനെയാണ് സൈലത്തിന്റെ ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്.